ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ദോശ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എഗ് ദോശ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എഗ് ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ദോശമാവ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ പച്ചരിയും ഉഴുന്നും അരച്ച് ദോശയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെ. ഇനി നമുക്കൊരു ബൗളിലേക്ക് മുട്ട ഒടിച്ചൊഴിക്കാം. ഞാനിപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് ബൗളിലേക്ക് ഉടച്ചൊഴിക്കാം. ഇനി നമുക്കിതേ ബൗളിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാള ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പച്ചമുളക് ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് കുരുമുളക് ചേർക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവും മുട്ടയുടെ മിക്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. നമ്മൾ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കനം കുറച്ച് പരത്തിയെടുക്കണം. നമ്മൾ മസാല ദോശയ്ക്കൊക്കെ പരത്തുന്നത് പോലെ നന്നായിട്ട് വലുതായിട്ട് തന്നെ പരത്തിയെടുക്കാം. നമ്മളിത് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പം നമ്മൾ ദോശയുടെ മുകളിൽ ആ മുട്ടയുടെ മിക്സ് ഒഴിച്ച് അത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കനം കുറച്ചാണ് പരത്തിയിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു സൈഡ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദോശയുടെ 2 സൈഡും ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് കനം കുറച്ച് പരത്തിയെടുക്കാം. ദോശയ്ക്ക് പരത്തിയതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒന്ന് പരത്തി കൊടുക്കണം. നമ്മൾ ദോശയ്ക്ക് മുകളിലേക്ക് എഗ്ഗിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് നല്ല യെല്ലോയിഷ് കളറാണ്. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിനൊരു ലൈറ്റ് കളറാവും. അപ്പോൾ നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് എടുത്ത് മാറ്റാം. നമ്മുടെ എഗ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാവും നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക്